വെടിനിർത്തൽ നീട്ടുന്നതിന് അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിരസിച്ച് ഇറാൻ. അമേരിക്കയുമായി ധാരണയില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ യുദ്ധം അവസാനിക്കുന്നതിനുള്ള സാധ്യതകൾ വീണ്ടും അടയുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, കഴിഞ്ഞ വാർത്തകളിൽ അടക്കം നമ്മൾ ഒരു സാധ്യത തുറക്കുന്നു എന്ന പ്രതീക്ഷ പുലർത്തിയിരുന്നുവെങ്കിൽ അങ്ങനെയല്ല, ആ സാധ്യതകൾ അടയുക തന്നെയാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ തുടർച്ചയായി വ്യക്തമാക്കുകയാണല്ലോ. തീർച്ചയായും അഭിലാഷ്, ഈ ട്രംപിന്റെ മറ്റൊരു വിഡ്ഢിത്തം വാചകമടി എന്ന് മാത്രമാണ് ഇതിനെ കാണേണ്ടത്. മാത്രമല്ല, ട്രംപ് തുടർച്ചയായി കള്ളം പറയുന്നു എന്നിപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങി വരികയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും ഇറാൻ കൈമാറും എന്ന് സമ്മതിച്ചു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞത് ഹോർമുസിന് നിയന്ത്രണം പൂർണ്ണമായും ഇറാൻ വിട്ടു നൽകും എന്നും പറഞ്ഞിരുന്നു. സൗജന്യമായി അമേരിക്കയ്ക്ക് എണ്ണ നൽകാം എന്നുള്ള വാഗ്ദാനം ഇറാൻ മുന്നോട്ട് വെച്ചു എന്നും ആണവ പദ്ധതികളിൽ നിന്ന് ദീർഘകാലത്തേക്ക് പിന്മാറാം എന്നും സമ്മതിച്ചു എന്നും പറ്റിയായിരുന്നു ക്ലിഫ് ഹൗസിൽ നടത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞത് എന്നുള്ളത്. വൈറ്റ് ഹൗസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന പശ്ചാത്തലമുണ്ടായത്. പക്ഷേ ഇത് ഏതാണ്ട് പൂർണ്ണമായും ഇറാൻ നിഷേധിക്കുന്ന പശ്ചാത്തലം ഇപ്പോൾ ഒരുങ്ങി വരികയാണ്. കാരണം അത്തരമൊരു യാതൊരു ധാരണയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ധാരണയിലും എത്തിയിട്ടില്ല. നോ സച്ച് എഗ്രിമെന്റ് ഹാസ് അറേഞ്ച്ഡ് ഓർ ഫോർ നെഗോസിയേഷൻ എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നോ ഫോം ഓഫ് ന്യൂക്ലിയർ മെറ്റീരിയൽ ട്രാൻസ്ഫർ ടു അമേരിക്ക ഹാസ് ബിൻ നെഗോഷിയേറ്റഡ്. ന്യൂക്ലിയർ പവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഇത് കൈമാറാം എന്ന് യാതൊരു ധാരണയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അവിടെയാണ് പറയുന്നത് ട്രംപ് വീണ്ടും കള്ളം പറയുകയാണ് എന്ന്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വെടിനിർത്തൽ കരാർ 22-ന് അവസാനിക്കുകയാണ്. അതിനുശേഷം എന്തു സംഭവിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു ധാരണയും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു. കാരണം ഇറാന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക്, ആക്രമണത്തിലേക്കും മറ്റും പോകും എന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് എല്ലാ തരത്തിലും ഇറാൻ നിരാകരിക്കുമ്പോൾ ഇനി എന്താണ് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ബാക്കിയുള്ളത് എന്നാണ്. ഇതിനർത്ഥം രണ്ടാം ഘട്ട ചർച്ചകൾ ഇസ്ലാമാബാദിൽ വളരെ വേഗം നടക്കും എന്നുള്ള സൂചനകൾ പാകിസ്ഥാൻ നൽകിയിരുന്നു. അതിൻ്റെ ഡേറ്റോ ടൈമോ ഒന്നും നൽകിയിരുന്നില്ല എങ്കിൽ പോലും വളരെ വേഗം ഈ ചർച്ചകൾ നടക്കും എന്നും സമാധാനത്തിലെ കാര്യങ്ങൾ എത്തും എന്നും പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് അസിം മുനീർ, പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇറാനിലുണ്ട്. ഇവർ അവിടുത്തെ ഇറാനിലെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുക ആണ് അമേരിക്ക ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വേഗം തന്നെ ഇറാൻ പിറകോട്ട് പോകുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഒപ്പം ഹോർമുസിലെ നിയന്ത്രണം അമേരിക്ക കളിപ്പിക്കുന്നതും ഇറാനെ ചൊടിപ്പിക്കുന്നുണ്ട്. ഹോർമുസിൽ ഇപ്പോൾ അമേരിക്ക ഇറാനിലേക്ക് വന്ന, ഒപ്പം ഇറാനിൽ നിന്ന് തിരിച്ചുപോയ ഏതാണ്ട് 15ഓളം കപ്പലുകൾ അമേരിക്ക ശക്തമായ താക്കീത് നൽകി തിരിച്ചുവിട്ടു എന്ന വാർത്തകൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വന്നിരുന്നു. ഇതും ഇറാനെ ചൊടിപ്പിക്കുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യത്തോടും തങ്ങൾ വഴങ്ങില്ല എന്ന വളരെ കൃത്യമായ സൂചന ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് കൈമാറില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇതിൻ്റെ ഒരു സമാധാന ശ്രമങ്ങളുടെ മീഡിയേറ്ററായി നിൽക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച റഷ്യ ഇത്തരത്തിൽ യുറേനിയം തങ്ങൾക്ക് ഇറാൻ വേണമെങ്കിൽ കൈമാറാം എന്ന് തത്വത്തിൽ സമ്മതിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അമേരിക്ക സമ്മതിക്കാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അതും ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, റഷ്യ ഇറാന് കുറച്ചുകൂടി ധാരണയുള്ള, അടുപ്പമുള്ള രാഷ്ട്രമാണ്. അമേരിക്കയുമായുള്ള ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ റഷ്യയുമായി വേണമെങ്കിൽ അത്തരമൊരു ധാരണയിലേക്ക് എത്താം എന്ന് ഇറാൻ കരുതിയ സാഹചര്യം ഒരുങ്ങി വന്നിരുന്നു. പക്ഷേ അതിപ്പോൾ അമേരിക്കയുടെ പ്രതികരണത്തോടെ ഇല്ലാതായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന അസന്നിഗ്ധമായി ഇറാൻ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലബനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഈ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു തങ്ങളുടെ സഖ്യകക്ഷികളെ ആക്രമിക്കരുത് എന്നുള്ള ധാരണയിലേക്ക് എത്തണം എന്നുള്ളത്. പക്ഷേ ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ, ഈ കരാർ വന്ന സമയം മുതൽ തന്നെ ഇത് ലംഘിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 6ഓളം സ്ത്രീകളടക്കം 6ഓളം ആളുകൾ ലെബനിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും
ഉണ്ടാകുമ്പോഴും സാധാരണ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വലിയ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ട്രംപിൻ്റെ ഈ പുതിയ തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ. ട്രംപ് ഇതിനോട് പറഞ്ഞു വെച്ചത് താൻ 10ാമത്തെ യുദ്ധവും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പലതരത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ്. പക്ഷേ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആ യുദ്ധം തുടങ്ങി വെക്കുന്നതിനും ട്രംപിന് മടിയുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് തുടർച്ചയായ പ്രസ്താവനകളിലൂടെ ആ രാജ്യത്ത് തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ട്രംപ് വരികയും മറ്റും ചെയ്തത് ഇപ്പോഴും തുടരുന്നു. ഇറാൻ സമ്മതിച്ചു എന്നാണ്. ഇറാനുമായി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നില്ല. ഈ യുറേനിയം കൈമാറുമെന്നും സൗജന്യമായി എണ്ണ നൽകുമെന്നും മറ്റും ഇറാൻ സമ്മതിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണം വന്നിരുന്നില്ല ആ സമയത്ത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ധാരണയുമില്ല, തങ്ങൾ ഈ 3 നിർദ്ദേശങ്ങളും ഒരു കാരണവശാലും അനുസരിക്കില്ല, ട്രംപ് പറയുന്നത് വലിയ കള്ളമാണ് എന്നാണ്. അഭിലാഷ്. യെസ്, എന്തു തന്നെയാണെങ്കിലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളുന്ന സമീപനം ഇപ്പോഴും ഇറാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അമേരിക്കയുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന നിലയിലാണ് ഇറാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുലകളും അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അടക്കം ഇറാൻ തള്ളിക്കളയുകയാണ്. ഇറാൻ പറയുന്നത് അമേരിക്ക നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശവും അംഗീകരിക്കാമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടേ ഇല്ല എന്നാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.